20 കോടിയുടെ കേരള ലോട്ടറി ബമ്പർ അടിച്ചത് തനിക്കാണ്. താനാണ് ആ ഭാഗ്യവാൻ. അതുകൊണ്ട് ആ പണം തനിക്ക് വേണം എന്ന രീതിയിൽ റിട്ടയർഡ് ASI രംഗത്ത് വന്നിരിക്കുന്നു. റിട്ടയർഡ് ASI പിറവം പാഴൂർ കോട്ടപ്പുറത്തെ വീട്ടിൽ KK സജിമോൻ. അദ്ദേഹം പറയുന്നത്, ഈ ക്രിസ്മസ് പുതുവത്സര ലോട്ടറി 24/1/2026 എടുത്ത തനിക്കാണ് അടിച്ചത്. തൻ്റെ ടിക്കറ്റ് നമ്പർ XC 138455 പക്ഷേ തനിക്കൊരു അബദ്ധം പറ്റി. ടിക്കറ്റ് വാങ്ങിച്ചപ്പം തന്നെ താൻ അതിൻ്റെ പുറത്ത് തൻ്റെ പേരെഴുതി ഒപ്പിട്ടിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ അതൊരു കൊറിയർ ഒരു അയച്ച കൂട്ടത്തിൽ ഇത് അതിനകത്ത് പെട്ടുപോയി. അതങ്ങ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോയപ്പോഴാണ് താൻ ഈ ടിക്കറ്റ് വാങ്ങിച്ചത്. 400 രൂപയ്ക്ക് വാങ്ങിച്ചു. അതിൻ്റെ 24-ാം തീയതി കഴിഞ്ഞ മാസം അത് നറുക്കെടുപ്പുണ്ടായി. തനിക്ക് നറുക്ക് വീണു, തൻ്റെ ടിക്കറ്റിന് തന്നെ. പക്ഷേ കൊറിയർ കമ്പനിക്ക് പിറവത്ത് ഇയാൾ പോയി ശബരിമലയിൽ നിന്ന് കിട്ടിയ നെയ്യ് ഒരു ടിന്ന് അത് തമിഴ്നാട്ടിലേക്ക് ഒരാൾക്ക് അയച്ചു കൊടുത്തു. അത് അവിടുത്തെ കൊറിയർ സർവീസിൽ കൊണ്ടുപോയി കൊടുത്തപ്പം താൻ കൊണ്ടുപോയി കൊടുത്ത ആ നെയ്യ് ടിന്നും അതിൻ്റെ അകത്ത് തൻ്റെ ടിക്കറ്റായിപ്പോയി. പക്ഷേ കൊറിയർ അവിടെ നിന്ന് പിന്നീട് ചോദിച്ചപ്പോൾ അവരെ അയച്ചു പോയി എന്ന് പറയുന്നുണ്ട്. എന്തായാലും പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിരിക്കുന്നു, പിറവം പോലീസ് സ്റ്റേഷനിൽ. താനാണ് ആ ഭാഗ്യവാൻ, അല്ല മറ്റാരുമല്ല. പക്ഷേ ഇപ്പോൾ അറിയുന്നത് ആ ടിക്കറ്റ് ലോട്ടറി ഡയറക്ടറേറ്റ് തിരുവനന്തപുരത്ത് ആരോ കൊടുത്തിരിക്കുന്നു, 20 കോടി ക്ലെയിം ചെയ്തിരിക്കുന്നു. ഇത് നമ്പർ തൻ്റെ ടിക്കറ്റാണ് ഇങ്ങനെ നഷ്ടപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് പിറവം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടെ നടപടിയൊന്നും എടുത്തിട്ടില്ല. ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് പോയിരിക്കുകയാണ്. ആ പണം കൊടുക്കാൻ പാടില്ല, ഇതിൻ്റെ നിജസ്ഥിതി അറിഞ്ഞ ശേഷം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അതോടൊപ്പം തന്നെ അവിടുത്തെ കോടതിയിലെ ഈ കൊറിയർ കമ്പനിക്കെതിരായിട്ടും പിറവത്തെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലും ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. ഹൈക്കോടതിയിലുണ്ട്, കോടതിയിലുണ്ട്, പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. സമ്മാനഹരമായ ടിക്കറ്റ് ആ ഭാഗ്യവാൻ ഞാനാണ് എന്നാണ് ആ ASI പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ക്ലെയിം ശരിയാണെന്നുണ്ടെങ്കിൽ ആ ടിക്കറ്റ് ഇപ്പോൾ എന്തായാലും നഷ്ടപ്പെട്ടിട്ടില്ല. കൊറിയറിൽ കൊടുത്തെങ്കിലും അവിടെ ശബരിമലയിലെ ഒരു നെയ്യ് ടിന്ന് അവിടെ ഒരു സുഹൃത്തിനെ അയച്ചു കൊടുക്കാനായിട്ട് ആ കൊറിയറിൽ കൊടുത്തെങ്കിൽ അതിൻ്റെ കൂടെ ഇത് നഷ്ടപ്പെട്ടു പോയെങ്കിൽ ആ ടിക്കറ്റ് ഇപ്പോൾ എന്തായാലും തിരുവനന്തപുരം ലോട്ടറി ഡയറക്ടറേറ്റിൽ എത്തിക്കഴിഞ്ഞു. ആ ടിക്കറ്റ് ഏതായാലും ഫോറൻസിക് സയൻസിൽ അയച്ചു കൊടുക്കണം. കാരണം അതിനകത്ത് ഇദ്ദേഹത്തിൻ്റെ ഒപ്പും ഇദ്ദേഹത്തിൻ്റെ പേരും എഴുതിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് എത്ര മായ്ച്ചു കളഞ്ഞാലും അത് ഫോറൻസിക്കിൽ അയച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് അതിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ ഒപ്പിട്ടിട്ടുണ്ടോ ആ വിവരങ്ങൾ മിക്കവാറും തിരിച്ചു കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അത് കൃത്യമായിട്ട് മായ്ച്ചു കളയാൻ കഴിയില്ല. മായ്ച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ ട്രേസസ് ഒക്കെ ഉണ്ടാവും. അത് വായിച്ചെടുക്കാനും ഒക്കെ സാധിക്കും. അതുകൊണ്ട് ലോട്ടറി ASI പറയാൻ തനിക്കാണ് അടിച്ചതെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് കിട്ടാനുള്ള സാധ്യത ഈ രീതിയിൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഏതായാലും ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ ഭാഗ്യവാൻ ആരാണ് എപ്പോഴാണ് വരുന്നതെന്ന് നമുക്കൊന്നും അറിയത്തില്ല. വെറുതെ പലരും ലോട്ടറി എടുക്കുമെങ്കിലും ലോട്ടറി ടിക്കറ്റിൻ്റെ ആ ലോട്ടറി അടിച്ച പ്രഖ്യാപനം വരുമ്പോൾ സാധാരണഗതിയിൽ ആരും അത് ശ്രദ്ധിക്കാറില്ല, നോക്കാറുമില്ല, പിന്നെ അങ്ങ് വിട്ടുപോകും. അങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ ടിക്കറ്റിൻ്റെ അതിൻ്റെ റിസൾട്ട് വന്നപ്പോഴാണ് തനിക്കാണ് താൻ കുറിച്ച് വച്ചിരിക്കുന്ന നമ്പർ തന്നെയാണ് അടിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായത്. എന്തായാലും ലോട്ടറി എടുക്കുന്നവർ വളരെയധികം ആൾക്കാർ നിത്യവും ലോട്ടറി എടുക്കുന്നുണ്ട്. ഭാഗ്യം എപ്പോഴാണ് കടന്നു വരാൻ അറിയില്ലല്ലോ അവർക്ക്. അതുകൊണ്ട് അവർ ഈ ലോട്ടറി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇദ്ദേഹം സ്വീകരിച്ച ആ മാർഗ്ഗം നല്ലതാണ്. ASI സ്വീകരിച്ചത്. അതിൽ നിങ്ങളുടെ ഒപ്പിടുക, അതിൽ നിങ്ങളുടെ പേരെഴുതി വെക്കുക നിങ്ങളുടെ കൈയക്ഷരത്തിലോ. അത് നല്ലൊരു സെക്യൂരിറ്റിയാണ്, സേഫ്റ്റിയാണ്. അതുകൂടാതെ അതിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് കൂടെ എടുത്ത് നിങ്ങളുടെ മൊബൈലിൽ വെച്ചോളൂ. ഇപ്പോൾ വീട്ടിലെവിടെയെങ്കിലും ആ നമ്പരും ആ ടിക്കറ്റ് നമ്പരും അത് വാങ്ങിച്ച ഡേറ്റും അതുകൂടെ എഴുതി വെച്ചോളൂ. എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്നുള്ള കാര്യം കൂടെ എഴുതി വെച്ചോളൂ. കാഞ്ഞിരപ്പള്ളിയിലെ ഇയാളെ ബന്ധുവിൻ്റെ വീട്ടിൽ പോയപ്പോൾ ASI പോയപ്പം അവിടെ നിന്നാണ് ടിക്കറ്റ് വാങ്ങിച്ചത്. 400 രൂപ കൊടുത്ത് വാങ്ങിച്ച ടിക്കറ്റാണ്. കാഞ്ഞിരപ്പള്ളിയിലെ ലോട്ടറി ഏജൻറ്റ് ആ ടിക്കറ്റ് ക്ലെയിം ചെയ്ത ശേഷം അവരുടെ അവിടുന്ന് കൊടുത്ത ടിക്കറ്റാണ് അടിച്ചതെന്ന് പറയുന്നുണ്ട്. ഏതായാലും ടിക്കറ്റ് എന്തായാലും
നഷ്ടപ്പെട്ടു എന്ന് വരുന്ന ടിക്കറ്റ് അത് കൃത്യമായിട്ട് ലോട്ടറി ഡയറക്ടറിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ തുക ഡിസ്പേഴ്സ് ചെയ്യുന്നതിന് മുമ്പ് ഈ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകണം എന്നാണ് ASI പറയുന്നത്. പിറവം പാഴൂർ കോട്ടപ്പുറത്തെ വീട്ടിലെ സജിമോന് താനാണ് യഥാർത്ഥ ലോട്ടറി അടിച്ച വ്യക്തിയെങ്കിൽ തീർച്ചയായിട്ടും നീതി ലഭിക്കും എന്നാണ് ഞാൻ കരുതുന്നത്.